ഇന്നത്തെ വീഡിയോയിൽ കവർ ബ്ലോക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതൊരു കോൺക്രീറ്റ് മിക്സർ മെഷീനാണ്, ഒരു മീഡിയം ടൈപ്പാണ്. ഇതിന്ന് നമ്മളിപ്പോൾ 1:3 റേഷ്യോയിൽ സിമെൻറ്റ് സാൻഡ് മിക്സ് ചെയ്തെടുത്തു. പക്ഷേ ഇതിലിപ്പോൾ കുറച്ച് മെറ്റലും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. 20 mm മെറ്റലും ഇട്ടിട്ടുണ്ട്. ശരിക്കും അറിയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മളൊരു പ്ലെയിൻ സർഫസ് ആക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷട്ടറിങ് ഷീറ്റൊക്കെ വെച്ചിട്ട് അപ്പോൾ അതാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടിയിൽ പ്ലെയിൻ സർഫസ് വേണമല്ലോ. അപ്പോൾ ഇതിനൊരു 50 mm ആണ് നമുക്ക് അടിയിൽ ആവശ്യം. ഞങ്ങൾ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചു. 40 വരെ കിട്ടുന്നുണ്ട്, 50 mm കിട്ടിയിട്ടുണ്ടായില്ല. സോ പല രീതി ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ പൈപ്പ് കുറേ കിടപ്പുന്നുണ്ട്. ആ പൈപ്പ് സൈഡിൽ 2-3 വെച്ചിട്ടായാലും നമുക്ക് തന്നെ എടുക്കും. പക്ഷേ ആ സൈഡിൽ ആ ഒരു സൈഡ് ഉണ്ടാകുന്ന മാത്രം വേറെ ഷേപ്പ് വരും. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഷട്ടറിങ് ഷീറ്റുള്ള കാരണം കറക്റ്റ് റെക്റ്റാങ്കിൾ നമുക്ക് കിട്ടും. സോ അപ്പോൾ ഇവരിങ്ങനെ 3, 4, 5, 6 ഷട്ടറിങ് ഷീറ്റ് ഒരുമിച്ച് വെച്ചിട്ട്, അല്ല 5 ഷട്ടറും ഒരുമിച്ച് വെച്ചിട്ട് ഒരു ചെറിയ സർഫസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. ഒരു പോളിഷ് ഷീറ്റ് ഇടയിൽ വിരിച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ ഈ മിക്സ് ചെയ്തിരിക്കണ ആ ഒരു സാധനം അങ്ങോട്ട് ഇടും. ഇപ്പോൾ ഈ കാണിക്കുകയെന്ന് വെച്ചാൽ ഒരു ചെറിയ കമ്പി എടുത്തിട്ട് 2 ഇഞ്ച് അല്ലെങ്കിൽ 50 mm കറക്റ്റായിട്ട് അയാൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മളെ സാധനം എടുത്തിടും. ഇപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടാണ്, കെട്ടുകമ്പി കൊണ്ട് മാർക്ക് ചെയ്ത് വെച്ചു. സൈഡിൽ കുറച്ച് ഗ്യാപ്പൊക്കെ ഉള്ളത് നമ്മൾ മണ്ണിട്ടങ്ങിട്ട് ശരിയാക്കി വെച്ചു. അപ്പോൾ നേരെ ഇരിക്കുകയും ചെയ്യും, പുറത്തേക്ക് ചാടുകയും ചെയ്യില്ല. സോ നമ്മളിനി ഇത് ഇങ്ങനെ ഇടുകയാണ്. ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആ കമ്പി കൊണ്ട് കുത്തിയിട്ട് നമുക്ക് 50 mm ആയെന്ന് നോക്കും. അപ്പോൾ ഇയാളിങ്ങനെ ഇട്ടിട്ട് പയ്യെ അതങ്ങ് ശരിയാക്കി ലെവലായിക്കൊണ്ട് വരും. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് ഡിവൈഡ് ചെയ്താൽ മതി. ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി ആ ലെവൽ നോക്കും. ഇടയ്ക്കിടയ്ക്ക് ആ കമ്പി വെച്ച് കുത്തി 5 cm ആയോ എന്ന് നോക്കും, അല്ലെങ്കിൽ 50 mm ആയോ എന്ന് നോക്കും. അപ്പോൾ നമുക്കൊരു അത്തരം ഒരു ഏരിയയിൽ ഒരു സിമെൻറ്റ് സാൻഡ് കോമ്പിനേഷനായിട്ടുള്ള കവർ ബ്ലോക്ക് കിട്ടും. തേച്ച് മിനുക്കി ഇനി ഇത് ഡിവൈഡ് ചെയ്യും. ആക്ച്വലി പിന്നെ വേണമെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്യേണ്ടതൊക്കെ ഉപയോഗിക്കാം. ഇവിടുത്തെ ഒരു സർക്കാർ ഡിവൈഡ് ചെയ്യേണ്ട കാരണമല്ല, ചുമ്മാ നമ്മൾ ഹാമർ കൊണ്ട് തട്ടി ആ ഒരു ഹൈറ്റ് കിട്ടിയാൽ മതിയല്ലോ. അങ്ങനെ ആയാലും മതി. ഇയാൾ കുറച്ചുകൂടി നീറ്റാക്കിയിട്ട് ഡിവൈഡൊക്കെ ചെയ്തു. പക്ഷേ പല സ്ഥലത്തും വേരിയേഷൻ ഉണ്ടായിരുന്നു ഇപ്പോഴും. കാരണം അടിയിൽ ശരിക്കും ഈ മണ്ണായ കാരണം ലെവൽ കിട്ടില്ല. ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത്, മണലായ കാരണേ. അതിന് വരെ ശരിക്കും അടിയിൽ ഒരു ഷീറ്റ് വെച്ചിട്ടാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഒരു ഡ്രോബാക്ക് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇയാൾ ഡിവൈഡൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു ഷീറ്റ് വെച്ചിട്ടേ ഇത് ചെയ്യാവൂ എന്നുള്ള ഇത് ഞാൻ പഠിച്ചൊരു പാഠം. ഓക്കെ.